പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഒരു പരാതി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. അതായത് ഈ രണ്ട് വലിയ വലിയ ആളുകൾ തമ്മിലുള്ള തർക്കത്തിൽ മധ്യസ്ഥനായി ഇടപെട്ട് പണം കൈപ്പറ്റുന്നു, മറ്റ് ഓഫീസിൽ വരുന്ന സ്ത്രീകളോട് പരിധി വിട്ട് പെരുമാറുന്നു. ഇത് രണ്ടും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പുറത്തുവിട്ട ഈ പരാതിയിലുണ്ട്. അത് ഗോവിന്ദമാഷ് കൊടുത്ത പരാതിയാണെന്നാണ് അതിനകത്ത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ അത് അങ്ങ് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അതിനോട് എന്താണ് അങ്ങയുടെ പ്രതികരണം? അതൊക്കെ അൻവറിന്റെ ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്നു. അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. അൻവറിന്റെ ശീലത്തിൽ പലതും ഉണ്ടാവുമായിരിക്കും. അദ്ദേഹത്തിന്റെ ബിസിനസ് ഡീലിങ്സിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാവുമായിരിക്കും. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഒക്കെ ഉണ്ടാകാം. ഞങ്ങളെ ഓഫീസിൽ ആരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല. പിന്നെ എല്ലാവരുടെയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് എല്ലാറ്റിലേക്കൊന്നും ഞാനിപ്പോൾ പോണ്ടാലോ. അതൊന്നൊരു നല്ല മാർഗമല്ല. നല്ല മാർഗമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതൊന്നും ഒരു നല്ല മാർഗമല്ല. ആ നല്ല മാർഗമല്ലാത്ത വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ ഇപ്പൊ ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവജ്ഞയോടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. ഒരു തരത്തിലുള്ള സംശയത്തിന്റെ നിഴലിലുമല്ല എൻ്റെ ഓഫീസിലിരിക്കുന്നവർ നിൽക്കുന്നത്. ശരി, ബാക്കി നമുക്ക് പിന്നെയാകാം. പിന്നീടാകാം. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ വളരെ ശബ്ദമെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പണം ദേശവിരുദ്ധ ശക്തികൾ ഉപയോഗിക്കുന്നു എന്നാണല്ലോ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ. CM അത് ചിരിക്കുക മാത്രമാണ് ചെയ്ത മറുപടിയിൽ. അതിലെന്തെങ്കിലും അന്വേഷണം ഉണ്ടാവോ? ഈ സുബ്രഹ്മണ്യനെതിരെ നടപടിയെടുക്കുമോ? അവിടെ വർഗീയ കലാപം ഉൾപ്പെടെ നീങ്ങുന്ന രീതിയിലേക്കാണ് വൈകാരിക പ്രതികരണം വന്നിരിക്കുന്നത്. ചെറിയ കാര്യമല്ലല്ലോ CM അത്. അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ശരി, നിങ്ങൾക്ക് മറുപടിയല്ല വേണ്ടത്. നിങ്ങൾ വെറുതെ ബഹളം വെക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള കളിയാണ് നിങ്ങൾ കളിക്കുന്നത്. അത് മനസ്സിൽ വെച്ചാൽ മതി. ആ കളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ കളി അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞില്ലേ, കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരാൾ മാത്രമാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത്. നിങ്ങൾ കാണണം. ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ആ ഇരിക്കുന്ന ആളുകളിൽ ഒരാൾ മാത്രം എന്താണ് ഇങ്ങനെ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ? ഇവിടെ എന്തോ ചോദിക്കാൻ നിൽക്കുന്നു. ചോദിക്ക്. അത് പിന്നെ കേസുകൾ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. അതൊരു വസ്തുതയല്ല. നമുക്ക് ജില്ലാടിസ്ഥാനത്തിലെടുത്താലും ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും അത് വസ്തുതയല്ല എന്ന് കാണാൻ കഴിയും. ഇപ്പം ഞാനതിൻ്റെ കണക്കുകളിലേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ ഈ പത്രസമ്മേളനം അവസാനിപ്പിക്കാൻ പോകുന്ന സമയമായതുകൊണ്ടാണ് അതിൻ്റെ കണക്കിലേക്ക് പോകുന്നത്. പിന്നീട് ഘട്ടത്തിൽ നമുക്ക് എടുക്കാതെ അല്ല, ഞാൻ പറയട്ടെ പിന്നീട് ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്കത് എടുക്കാം. പക്ഷേ ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അവിടെ ആ ജില്ലയെക്കാളും കൂടുതൽ കേസുകളുള്ള ജില്ലകൾ കാണാൻ പറ്റും. ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും കൂടുതൽ കേസുകളുള്ള സ്ഥലം കാണാൻ പറ്റും. അപ്പോൾ ഒരു തരത്തിലും കേസ് അവിടെയാണ് കൂടുതലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഓരോ കേസിൻ്റെയും സാഹചര്യം വേറെയായിരിക്കും. അതെന്താണെന്നുള്ളത് പരിശോധിച്ചേ പറയാൻ പറ്റും. ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്.